ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജയാർ. മക്കളെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മുടെ USS എക്സാമിനും അതുപോലെ തന്നെ നമ്മുടെ ക്രിസ്മസ് പരീക്ഷ, അതുപോലെ പബ്ലിക് പരീക്ഷ, എല്ലാ പരീക്ഷയിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ 3 പരീക്ഷകളിൽ നിങ്ങൾക്ക് ചോദിക്കാൻ പോകുന്ന ക്വസ്റ്റ്യൻ ആണെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അപ്പോൾ ഉറപ്പായിട്ടും ക്ലാസ് മുഴുവനായിട്ട് കാണുന്നതിനെ കൂടെ തന്നെ എന്ത് ചെയ്തോളാം, ലൈക്ക് ചെയ്യുക. ക്ലാസ് കണ്ടു കഴിഞ്ഞ് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ട് കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം കേട്ടോ. കാരണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങളുടെ ഫീഡ്ബാക്കുകളൊക്കെ കണ്ട് നല്ല അടിപൊളിയായിട്ട് കേട്ടിട്ടാണ് ഞങ്ങൾ എന്ത് ചെയ്തത് വീണ്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ തരുന്നത്. അപ്പം മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേ, അതോടൊപ്പം തന്നെ കമൻറ്റ് കൂടെ ചെയ്യാം. ഇതേതാണ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. ഇതാണ് ക്വസ്റ്റ്യൻ. മക്കളെ ശ്രദ്ധിച്ച് കേട്ടിരിക്കുക എന്താണ് സംഭവം എന്നുള്ളത്. 3 പരീക്ഷയ്ക്കും ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് പഠിച്ചു വെക്കാം. ക്വസ്റ്റ്യൻ എന്താ നോക്കാം അല്ലേ. ഇവർ പറയുന്നൊരു സാധനം ഉണ്ട് നോക്ക്. 1234 × 56 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 69,104. എന്നിട്ട് പറയാണ് താഴെയുള്ളത് കണക്കുകൾ ഗുണിച്ച് നോക്കാതെ പറയാനാണ് പറഞ്ഞത്. ഗുണിച്ച് നോക്കാണ്ട് ഇതിൻ്റെയൊക്കെ ആൻസേഴ്സ് പറയണം. എങ്ങനെയാണ് കാണാം? മക്കൾ മനസ്സിലാക്കി വെച്ചോ. ഗുണിക്കാണ്ട കാണാൻ വേണ്ടി പറഞ്ഞാൽ ഗുണിക്കരുത്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നറിയോ? അതാ നോക്ക്, 1234 അത് 1234 56 ഗുണിച്ചാൽ ഇത്രയും നമ്പറാണെന്ന് പറയുന്നുണ്ട്. ചോദ്യങ്ങൾ ഓരോന്ന് നമുക്ക് നോക്കാതെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെയുണ്ട്. 1234. ഞാൻ വായിച്ചപ്പോൾ ചിലപ്പോൾ ഇയാളെന്താ 1234 എന്ന് പറയുന്നവരെ അങ്ങനെയല്ല. അത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ പോയിന്റ് ഒഴിവാക്കി നോക്ക്. 1 2 3 4 അല്ലേ? അതാ 1234. എത്ര കൊണ്ടാണ് ഗുണിക്കുന്നത്? 56. ഇവിടെ 56. അതായത് എങ്ങനെയാ 2 ദശാംശ സംഖ്യകൾ ഡെസിമൽ നമ്പറിനെ ഗുണിക്കൽ? പോയിന്റ് ഒഴിവാക്കുക, എന്നിട്ട് അവസാന ഉത്തരത്തിൽ പോയിന്റ് ഇടുക. പോയിന്റ് ഒഴിവാക്കി മൾട്ടിപ്ലൈ ഗുണിച്ചിട്ട് അവസാന ഉത്തരത്തിൽ പോയിന്റ് ഇടുക. അതല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പം അങ്ങനെ അത് ആ ഒരു ഐഡിയ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം എങ്ങനെയാണ് ദശാംശം ഗുണിക്കൽ, മൾട്ടിപ്ലൈ എങ്ങനെയാണ് ഡെസിമൽ? പോയിന്റ് ഒഴിവാക്കുക, ഗുണിക്കുക, എന്നിട്ട് കിട്ടുന്ന ആൻസറിൽ അവസാനം ലെഫ്റ്റിലോട്ട് പോയിന്റ് ഇടാം. ഞാൻ കാണിച്ചു തരാം നോക്ക്. ഈ പോയിന്റ് ഒഴിവാക്കി വിചാരിച്ചോ. അപ്പോൾ 1234 × 56 എന്ന് പറഞ്ഞ ആൻസർ എത്രയാണ്? ഗുണിക്കാണ്ട തന്നെ നമുക്ക് കിട്ടും. എത്രയാ? 69,104. 69,104 പോയിന്റ് ഇടണം. ആ പോയിന്റ് ഇടാനാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പോയിന്റ് ഇടാന്ന് പറഞ്ഞാൽ ഒന്ന് ശ്രദ്ധിച്ച് നോക്ക്. എത്ര സ്ഥാനം മുന്നേ പോയിന്റ് ഉള്ളത്? 1 2 3. അപ്പം 3 പ്ലേസ് മുന്നെയാണ് പോയിന്റ് ഉള്ളത്. അപ്പം ആൻസറിലും നിങ്ങൾ എന്ത് ചെയ്യണം? അതേ 3 പ്ലേസ് ഇതാ 1 2 3. അപ്പോൾ ഇവിടെ പോയിന്റ് ഇടുക. 3 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇവിടെ പോയിന്റ് വരിക 9 1 നടുക്ക്. ഇതേ നമ്മുടെ ഉത്തരം ഒരേ പൊളി സെറ്റ്. ഇതാണ് ആൻസർ. ഐഡിയ കത്തിയോ? 69.104. അടുത്ത് നോക്കാം നമുക്ക്. അങ്ങനെയാണെങ്കിൽ അടുത്ത് നോക്ക്. ഇവിടെ ഈ പോയിന്റ് ഒന്ന് ഒഴിവാക്കുക. ഗുണിക്കുമ്പോൾ മൾട്ടിപ്പിൾ ചെയ്യുമ്പോൾ പോയിന്റ് ഒഴിവാക്കാം. എന്നാ 1234 12 34 തന്നെ കിട്ടും. അതായത് 1234. ഈ പോയിന്റും കൂടെ ഒഴിവാക്കുക. 2 പോയിന്റ് 2 സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കാം. അപ്പോൾ എത്ര വരും? 56. അപ്പോൾ 1234 × 56 എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 69 എത്രയാണ്? 69,104. ഞാൻ കാര്യം ചോദിക്കട്ടെ, ഇതാണോ ആൻസർ? അല്ല, ഇതിന് പോയിന്റ് ഇടണം. പോയിന്റ് ഇടുമ്പോൾ ശ്രദ്ധിക്കണേ. ചോദ്യത്തിൽ 1 2 സ്ഥാനം മുന്നെയാണ് പോയിന്റ് ഉള്ളത്. അതുപോലെ ഇവിടെ 1 സ്ഥാനം മുന്നെയാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ ഇവിടെ 2 സ്ഥാനമുണ്ട്, ഇവിടെ 1 സ്ഥാനം മുന്നേ ഉണ്ട്. അപ്പോൾ ആകെ ടോട്ടൽ എത്ര എടുക്കണം? 3 സ്ഥാനം എടുക്കണം കേട്ടോ. ടോട്ടൽ 3 സ്ഥാനം എടുക്കണം. 3 സ്ഥാനം എന്ന് പറഞ്ഞാൽ എവിടേക്ക് നമ്മൾ പോയിന്റ് ഇടുക? 1 2 3. അപ്പോൾ 3 പ്ലേസ് 1 2 3 പോയിന്റ് ഇവിടെ ഇടണം. ഇവിടെ തന്നെ പോയിന്റ് വന്നു. സെറ്റല്ലേ? ലൈക്ക്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വേഗം നോക്ക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. ഇതാ കണ്ട പോയിന്റ് വാക്ക് 1234. പോയിന്റ് വാക്ക് 56. ഇതാ 1234 56 ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയാ? സെയിം സാധനം. അതാണ് ഓല് ഗുണിക്കണ്ടെന്ന് പറഞ്ഞത്. ഓല് തന്നിന്. പിന്നെ എന്തിനാണ് ഗുണിക്കുന്നത്? അപ്പോൾ 69,104 ആണോ ആൻസർ? അല്ല. പോയിന്റ് ഇട്. ഇതാ കണ്ടോ, ഞാൻ കാണിച്ചാൽ നോയിക്കോ. ഈ പോയിന്റ് എത്ര സ്ഥാനം മുന്നെയാണ്? 1 സ്ഥാനം. അപ്പോൾ 1 പ്ലേസ് ആണ്. ഇവിടെയോ 1 2 പ്ലേസ് മുന്നെയാണ് അല്ലേ? കണ്ടോ. അപ്പോൾ ടോട്ടൽ എത്ര പ്ലേസ് മാറ്റണം? 3 പ്ലേസ് മാറ്റണം. അപ്പോൾ എത്രയാ? 1 2 3. എവിടെ പോയിന്റ് വരിക? ഇവിടെയാണ് നമ്മുടെ പോയിന്റ് വരിക. നമ്മുടെ ഉത്തരം വീണ്ടും ഒരേ പൊളി 69.104. അങ്ങനെയാണെങ്കിൽ അടുത്തുകൂടെ നോക്കിയാൽ നമ്മൾ വേറെ ലെവലാവും. അത് നിങ്ങൾ ചെയ്യുമോ?
നിങ്ങൾ ചെയ്തതിന് ശേഷം കമൻറ്റ് സെക്ഷനിൽ അതിൻ്റെ ആൻസർ പറയുക. അത് മാത്രം പോരാ മക്കളെ, ആ കമൻറ്റിൻ്റെ കൂടെ നിങ്ങളുടെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് കൂടെ പറയാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഞാനൊരു ഹിൻഡ് തരാം കേട്ടോ. അതായത് ഇവിടെ 1224 പോയിന്റ് കളയാനില്ല, പക്ഷേ ഇവിടെ പോയിന്റ് കളയാനുണ്ട്. ഈ സാധനം ഒഴിവാക്കുമ്പോൾ 56 കിട്ടും. അപ്പോൾ ഇതേ സാധനം 69,104 ആ സാധനം തന്നെ എടുത്ത് ചെയ്തതിന് ശേഷം എത്ര പ്ലേസ് മാറ്റേണ്ടി വരും? 3 പ്ലേസ് മാറ്റണം. അത് നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ആൻസർ ഇടണം. നിങ്ങൾ കമൻറ്റ് സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ ഞങ്ങളെ അറിയിക്കണം കേട്ടോ. അത് മറക്കരുത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഡൗട്ട്സ് നമ്മുടെ ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് ക്ലാസ്സിൻ്റെ അടിയിൽ ഈ താഴെ മാത്രമല്ല, നിങ്ങൾക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഈ ഒരു ID നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡൗട്ട് ചോദിക്കാം. അതുപോലെ ഡൗട്ട് മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ എന്ത് ചെയ്യാം? ഈ ഒരു ID നിങ്ങൾക്ക് പറയാം. അപ്പോൾ അടിപൊളി, വൈശാഖ് JR എന്നാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പഠിക്കുക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ആൻസർ, ഈ ഒരു ചോദ്യമല്ല, ഈ ചോദ്യം ഈ നാലാമത്തെ ഈ ചോദ്യത്തിൻ്റെ ആൻസർ കമൻറ്റ് സെക്ഷനിൽ ഇടുക, ഫീഡ്ബാക്ക് അറിയിക്കുക. ആ ID നിങ്ങൾക്ക് അറിയിക്കാം എങ്ങനെ നിങ്ങളുടെ ഇഷ്ടം ഏതാണോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? മറ്റൊരു ക്ലാസ്സുമായിട്ട് മറ്റൊരു ദിവസം കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ VGR സൈനിങ് ഓഫ്. താങ്ക് യു.